പാലാ നഗരസഭാ അധ്യക്ഷ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ സൈബർ ആക്രമണം. ഷോൺ ജോർജിനൊപ്പം വേദി പങ്കിട്ടതിലാണ് സൈബർ ആക്രമണം. യുഡിഎഫിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്നും പാലായിൽ മാണി സി കാപ്പന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും ദിയ 24നോട് പറഞ്ഞു. ദിയയെ വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും സംരക്ഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ ദിയ പുളിക്കക്കണ്ടത്തിനെതിരെ ഏത് രീതിയിലുള്ള സൈബർ ആക്രമണമാണുള്ളത്? ഇത്തരത്തിൽ ഷോൺ ജോർജിനൊപ്പം വേദി പങ്കിട്ടതിൽ എന്ത് പ്രശ്നമാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്? ജനപ്രതിനിധിയാകുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഇരുവരെയും ക്ഷണിച്ചത്. അവർ അവിടെ ചെല്ലുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരു ഫോട്ടോ ഇവരുടെ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ദിയ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ബി ജെ പിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള, ഷോൺ ജോർജിന് പിന്തുണ നൽകുന്നു ദിയ പുളിക്കക്കണ്ടവും അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടവും എന്നുള്ള ഒരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ബിജു പുളിക്കക്കണ്ടം നമുക്കറിയാവുന്ന പോലെ സുരേഷ് ഗോപിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും UDF-നൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് തങ്ങളെന്നാണ് ഇപ്പോൾ ദിയ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പൊതുവിധി യാത്രയിൽ പാലായിൽ വെച്ച് സതീശൻ എത്തിയപ്പോഴും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്തു. സതീശൻ പറഞ്ഞത് പാലായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദിയ പുളിക്കക്കണ്ടം ഷോൺ ജോർജിനൊപ്പം പങ്കെടുത്തു. ആ ഫോട്ടോയിൽ നിന്ന് ഒരു ഭാഗം മാറ്റിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൈബർ ആക്രമണം നടക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.